കുവൈത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയ നടപടി തുടരുന്നു. ഫെബ്രുവരി 28-നാണ് കുവൈത്ത് വ്യോമപാത താൽക്കാലികമായി അടച്ചത്. കുവൈത്തിലെ പ്രവാസികളെ സൗദി അറേബ്യ വഴി അയക്കുന്നതിന് നിലവിലെ പ്രവർത്തനസ്ഥിതി അംബാസഡർ അവലോകനം ചെയ്തു. അതേസമയം മാർച്ച് 31 വരെ 9 ഇടങ്ങളിലേക്കുള്ള വിമാന സർവീസ് റദ്ദാക്കൽ തുടർന്ന് ഒമാൻ എയറും. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി പ്രവാസികളുടെ പെരുന്നാൾ അവധിക്കാലത്തിന് മേൽ കരനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. മിക്ക ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനയാത്രകളും താളം തെറ്റിയ അവസ്ഥയാണ്. ഇത് പ്രവാസികളുടെ പെരുന്നാൾ അവധിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളിൽ ഗണ്യമായ കുറവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് കുവൈത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയ നടപടി ഇപ്പോഴും തുടരുകയാണ്. ഇതോടെ കുവൈറ്റിൽ നിന്ന് പുറത്തുപോയവരും കുവൈറ്റിൽ സന്ദർശനത്തിനെത്തിയവരും വിവിധ രാജ്യങ്ങളിലായി അകപ്പെട്ടു കഴിയുകയാണ്. ഇത് ഇവരുടെയെല്ലാം പെരുന്നാൾ ആഘോഷത്തെയും ഗണ്യമായി ബാധിക്കും. ഫെബ്രുവരി 28-ന് US-ഇറാൻ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് കുവൈറ്റ് വ്യോമപാത താൽക്കാലികമായി അടച്ചത്. കുവൈറ്റ് പൗരന്മാരെ തിരികെ എത്തിക്കാൻ വിമാന കമ്പനികൾ സൗദി വഴി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ മലയാളികളടക്കമുള്ള പ്രവാസികൾ നാട്ടിലും കുവൈറ്റിലുമായി ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ഇനി കേരളത്തിൽ നിന്ന് നേരിട്ട് സർവീസ് ആരംഭിച്ചാൽ മാത്രമാണ് മലയാളികൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ കുവൈറ്റിലും നാട്ടിലും എത്താൻ സാധിക്കൂ. അതേസമയം കുവൈറ്റിൽ സന്ദർശനത്തിന് എത്തിയവർക്ക് 1 മാസവും കുവൈറ്റ് റെസിഡൻസിനുള്ള നാട്ടിൽ കഴിയുന്നവർക്ക് 3 മാസവും വിസ ദീർഘിപ്പിച്ചു നൽകിയത് വലിയൊരു ആശ്വാസം തന്നെയാണ് പ്രവാസികൾക്ക് നൽകുന്നത്. എന്നാൽ ചെറിയ ലീവിന് നാട്ടിൽ പോയവർക്ക് തിരിച്ചടിയാണ്. ദീർഘനാൾ ജോലി നഷ്ടവും സാമ്പത്തിക പ്രയാസവും നേരിടേണ്ടി വരും. ഇത്തരം പ്രശ്നങ്ങൾ വേഗത്തിൽ അവസാനിപ്പിച്ച് വിമാന സർവീസുകൾ തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് പ്രവാസികൾ. അതിനിടെ കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വിമാന കമ്പനികളുടെ പ്രതിനിധികളുമായി ഇന്ത്യൻ അംബാസിഡർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കുവൈറ്റിലെ എയർ അറേബ്യയുടെ പ്രതിനിധികളുമായും അംബാസിഡർ ചർച്ച നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചില രാജ്യങ്ങളിലെ വ്യോമാതിർത്തി അടച്ചതുകൊണ്ട് മാർച്ച് 31 വരെ 9 ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വിമാന സർവീസുകൾ ഒമാൻ എയർ താൽക്കാലികമായി റദ്ദാക്കിയ വാർത്തയും പുറത്തുവരുന്നുണ്ട്. അമ്മാൻ, ദുബായ്, ബഹ്റൈൻ, ദോഹ, ദമാം, കുവൈറ്റ്, CPH, ബാഗ്ദാദ്, ഗസബ് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ് ഇപ്പോൾ 31 വരെ താൽക്കാലികമായി നിർത്തിവെച്ചത്. അതേസമയം ബാക്കിയുള്ള നെറ്റ്വർക്കുകൾ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്നും ഒമാൻ എയർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.